ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. സോ ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അതിനുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെ നടത്താം, എങ്ങനെയൊക്കെ കൂടുതൽ മാർക്സ് സ്മാർട്ട് വർക്ക് മെത്തേഡ്സിലൂടെ എങ്ങനെ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇത്. ഓക്കെ, നമുക്കധികം ഡിലേ ഒന്നുമില്ലാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ അപ്രോക്സിമേറ്റ്ലി 3 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് UGC നെറ്റ് എക്സാമുകളിൽ ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. ലാസ്റ്റിൽ നടന്നിട്ടുള്ള എക്സാംസിൽ കൂടുതലായിട്ടും ക്രൊണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ കൃത്യമായിട്ടും കൂടുതൽ എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ പഠിക്കാതെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ക്രൊണോളജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ അതിനായിട്ടുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ പ്രിപ്പറേഷൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആകെ മൊത്തം 10 മൊഡ്യൂൾസ് ആണ് UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് സിലബസിലുള്ളത്. സോ ഈ 10 മൊഡ്യൂൾസിൽ നിന്നും ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്ന മൊഡ്യൂൾസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എൻ്റേതായിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടുള്ള അനാലിസിസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ 3 യൂണിറ്റ്സ്, അതായത് ഒന്നാമത്തെ യൂണിറ്റ് ഏതാണ് പൊളിറ്റിക്കൽ തിയറി, രണ്ടാമത്തത് പൊളിറ്റിക്കൽ തോട്ട്, മൂന്നാമത്തത് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്. ഈ 3 മൊഡ്യൂൾസും നിങ്ങൾ ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഈ ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ പഠിക്കണം. അതായത് ഈ 3 മൊഡ്യൂളുകളിൽ നിന്നും എവല്യൂഷൻ ഓഫ് ലിബറലിസം ബുക്സ്, പിന്നെ ഒരു പെർട്ടിക്കുലർ തിങ്കേഴ്സിനെ ബേസ് ചെയ്തിട്ട് അവരുടെ പുസ്തകങ്ങളുടെ ക്രൊണോളജി, അതായത് ഒരു പെർട്ടിക്കുലർ തിയറിയുടെ ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ ക്രൊണോളജി ചോദിക്കാറുണ്ട്. ഒരു പെർട്ടിക്കുലർ തിങ്കറിൻ്റെ പുസ്തകങ്ങളുടെ ക്രൊണോളജി ചോദിക്കാറുണ്ട്. കുറച്ച് തിങ്കേഴ്സിൻ്റെ ഒരേ പീരീഡിൽ വരുന്ന കുറച്ച് തിങ്കേഴ്സിൻ്റെ പുസ്തകങ്ങളെ ഷഫിൾ ചെയ്തിട്ട് അതിൻ്റെ ക്രൊണോളജി ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട തിയറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളുടെ ചോദിക്കാറുണ്ട്. സോ അത്തരത്തിൽ തിങ്കേഴ്സിൻ്റെ പുസ്തകങ്ങളും അങ്ങനെയുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന 3 മൊഡ്യൂൾസ് ആണ് പൊളിറ്റിക്കൽ തിയറി, പൊളിറ്റിക്കൽ തോട്ട് ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്ന യൂണിറ്റ് 3. ഓക്കെ, ഇതിനടുത്തത് ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെടുന്ന 2 പ്രധാനപ്പെട്ട യൂണിറ്റ്സ് നമ്പർ 5 ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇന്ത്യൻ ഫോറിൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറേ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ലുക്ക് ഈസ്റ്റ് പോളിസി, ആക്ട് ഈസ്റ്റ് പോളിസി, അങ്ങനെയുള്ള നെയ്ബർഹുഡ് പോളിസി, ഗുജറാൾ ഡോക്ട്രിൻ, ഇതുപോലത്തെ കുറേ ഡോക്ട്രിൻസ്, കുറേ പോളിസീസ്, കുറേ എഗ്രിമെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 2 മൊഡ്യൂളുകളിലായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, എഗ്രിമെന്റ്സിന്റെ ക്രൊണോളജി ചോദിക്കാറുണ്ട്, പുസ്തകങ്ങൾ ചോദിക്കാറുണ്ട്, പുസ്തകങ്ങളെ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഡിസാമമെന്റ്, ഗ്ലോബൽ ലെവലിൽ നടന്നിട്ടുള്ള ഡിസാമമെന്റ് ട്രീറ്റീസ്, കൺവെൻഷൻസ്, എൻവയോൺമെന്റൽ കൺവെൻഷൻസ്, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ഈ 2 മൊഡ്യൂളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 മൊഡ്യൂൾസ് ആണ്. അടുത്തതായിട്ട് വരുവാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണറീസ്, PMs, പ്രസിഡൻസ്, എന്താ പറയുക ചീഫ് ജസ്റ്റിസ്, അവരുടെ പേരുകൾ, പിന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ പേരുകൾ, ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ പേരുകൾ അവരുടെ ക്രൊണോളജിക്കലി അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുകൾ ഒരു 5 ചീഫ് ജസ്റ്റിസുകളുടെ പേര് തരും. അവരുടെ ടെന്യൂറിനനുസരിച്ചിട്ട് അവരെ കാലത്തിനനുസരിച്ച് ക്രൊണോളജിക്കലി പ്ലേസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ്സുമാരെ ചോദിക്കാറുണ്ട്, ഗവർണർമാരെ ചോദിക്കാറുണ്ട്, PMമാരെ ചോദിക്കാറുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കുറേ പോളിസീസ് ഉണ്ടല്ലോ, അതായത് ഈ CAA പോലത്തെ ആക്ട്, പിന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പോളിസീസ്, പിന്നെ നാഷണൽ ഹെൽത്ത് പോളിസീസ്, നാഷണൽ IT പോളിസീസ്. സോ ഇതുപോലത്തെ പോളിസീസും അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയറിനനുസരിച്ച് ക്രൊണോളജിക്കലി പ്ലേസ് ചെയ്യാനുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട കമ്മിറ്റീസിൻ്റെ പേര് ചോദിക്കാറുണ്ട്. സോ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന യൂണിറ്റ് നമ്പർ 7 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. പിന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് മറ്റ് മൊഡ്യൂൾസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസേ വരുന്നുള്ളെങ്കിൽ പോലും കമ്പാരിറ്റീവ് പൊളിറ്റിക്സുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇത്രയും മൊഡ്യൂൾസ് ആണ് ഏറ്റവും കൂടുതൽ ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് UGC നെറ്റ് പൊളിറ്റിക്കൽ എക്സാമുകളിൽ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതിൻ്റെ എന്താ പറയുക വെയിറ്റേജിനനുസരിച്ച് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് പൊളിറ്റിക്കൽ തിയറി, പൊളിറ്റിക്കൽ തോട്ട്, ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് സെക്ഷനാണ്. അത് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യൻ ഫോറിൻ പോളിസിയിലെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കുക. പിന്നെ നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരിക, പിന്നീട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠിക്കുക. മറ്റ് മൊഡ്യൂൾസ് പഠിക്കേണ്ടതല്ല, പക്ഷേ ഈ മൊഡ്യൂൾസിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് ഫോക്കസ് കൊടുത്ത് പഠിക്കുക.
ഇനി നമുക്കിനി എങ്ങനെയൊക്കെ എളുപ്പമായിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. നമുക്ക് കുറച്ച് ട്രിക്കായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. When preparing chronology for theoretical units, the focus should be on establishing a clear sequential understanding rather than memorizing every publication year. So ഏറ്റവും കൂടുതൽ കുട്ടികൾ കംപ്ലയിൻറ്റ് പറയുന്ന ഒരു കാര്യമാണ് എത്രത്തോളം പുസ്തകങ്ങളും അവ എന്താ പറയുക പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയറുമാണ് പഠിക്കുക, എങ്ങനെ നമുക്കിതെല്ലാം മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 രീതിയിൽ പുസ്തകങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത് ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു IRL ഒക്കെ പുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഓരോ തിയറികളും ഓരോ ഇൻസിഡൻസും നടന്നിട്ടുള്ള ഇയറുകൾ സീക്വൻഷ്യലായിട്ട് നമ്മൾ ഓർത്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ലിബറലിസം വന്നതിന് ശേഷമാണ് റിയലിസം ലിബറലിസം പോലുള്ള തിയറീസ് വന്നതിന് ശേഷമാണ് നിയോ റിയലിസം നിയോ ലിബറലിസം പോലുള്ള തിയറീസ് വരുന്നത്. അതിനിടയിലാണ് മാർക്സിസം വരുന്നത്. സോ അത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു സ്വീക്വൻസസ് നമുക്ക് ഓർമ്മയുണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ക്രോണോളജി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള മെമ്മറീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പം മാർക്സിൻ്റെ പുസ്തകങ്ങളൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ മാർക്സ് ആദ്യം ഹെഗലിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്, പിന്നീടാണ് പ്രൂദോനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പിന്നെ ഈ തിങ്കേഴ്സിൻ്റെ ഒക്കെ ഒരു ഏജ് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക, ഏജ് അല്ല ഒരു പീരീഡ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ പീരീഡിലാണ് ഈ തിങ്കേഴ്സ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഇപ്പോൾ സോഷ്യൽ കോൺട്രാക്ച്വലിസ്റ്റുകളാണ് മാർക്സിന് മുന്നേ വന്നിട്ടുള്ള തിങ്കേഴ്സ്. അപ്പം മാർക്സിൻ്റെയും അവരുടെയും വർക്കുകൾ തന്നിട്ട് അതിനെ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സോഷ്യൽ കോൺട്രാക്ച്വലിസ്റ്റുകളായിട്ടുള്ള ലോക്ക്, ഹോബ്സ്, ലോക്ക്, റൂസോ. ഹോബ്സിന്റെ കൃതികളായിരിക്കും ആദ്യം ഉണ്ടാവും, പിന്നെ ലോക്കിന്റെ കൃതികൾ, പിന്നെ റൂസോന്റെ കൃതികൾ, പിന്നെ മാർക്സിന്റെ കൃതികൾ. സോ അങ്ങനെയുള്ള രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. ഓക്കെ, സോ ഇത്തരത്തിൽ കോണ്ടെക്സ്ച്വൽ ആയിട്ടും പിന്നെ നമ്മൾ ആ സ്വീക്വൻസസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുസ്തകങ്ങളും അവരുടെ ഇയറുകളും ഓർത്ത് വെക്കാൻ ഒരു പരിധിവരെ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്, ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ തിങ്കറെ തരും, ആ തിങ്കറുടെ കുറച്ചധികം പുസ്തകങ്ങൾ തരും. ഈ പുസ്തകങ്ങളെ ഏതൊക്കെ ഇയറിലാണ് എഴുതിയിട്ടുള്ളത് എന്നതിനനുസരിച്ച് നമ്മളോട് പ്ലേസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. കഴിഞ്ഞ എക്സാമിനൊക്കെ സവർക്കറുടെ ഒക്കെ പുസ്തകങ്ങൾ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സവർക്കറുടെ ഒരു 5 പുസ്തകങ്ങൾ തന്നിട്ട് ഇതിനെ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യുക എന്നുള്ളത് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ, നിങ്ങൾക്ക് എല്ലാ പുസ്തകങ്ങളും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ആദ്യത്തേതും അവസാനത്തേതും നിങ്ങൾ എന്തായാലും പഠിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹന്ന ഹാരൻഡിൻ്റെ പുസ്തകങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഹന്ന ഹാരൻഡ് ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകം ഒറിജിൻ ഓഫ് ടോട്ടാലിറ്റേറിയനിസം 51 പബ്ലിഷ് ചെയ്യുന്ന പുസ്തകമാണ്. പിന്നീട് അവർ ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള പുസ്തകം, അതായത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകം ദ ലൈഫ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകമാണ് 77. സോ നിങ്ങൾക്ക് എല്ലാ തിങ്കേഴ്സിൻ്റെയും എല്ലാ പുസ്തകങ്ങളും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആദ്യത്തെ 2 പുസ്തകവും അവസാനത്തെ 2 പുസ്തകവും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് 5 പുസ്തകങ്ങൾ തരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോ മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസും ഈ പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഈ സീക്വൻഷ്യലായിട്ടും കോണ്ടെക്സ്ച്വലായിട്ടും ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, കോൾഡ് വാർ, പോസ്റ്റ് കോൾഡ് വാർ പീരീഡ്, ഈ പീരീഡുകളൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പീരീഡുകളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾ കൂടുതൽ ലെനിനിസം, മാർക്സിസം, മാവോയിസം ഇതൊക്കെ ഏത് പീരീഡുകളിലായിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ ആ ഒരു സീക്വൻസിൽ നിങ്ങൾക്ക് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായാൽ തന്നെ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള തിങ്കേഴ്സും ക്ലാസിക്കൽ ആയിട്ടുള്ള തിങ്കേഴ്സും മെഡീവൽ ആയിട്ടുള്ള തിങ്കേഴ്സും ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഒരു തിങ്കറുടെ അവസാനത്തെ 2 പുസ്തകങ്ങളും ആദ്യത്തെ 2 പുസ്തകങ്ങളും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നമ്മളിനി എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. അടുത്ത ഒരു ടൈപ്പ് ക്രോണോളജി കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പ്രസിഡന്റ്മാരുടെ പേരുകൾ തരും, അവരെ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യാൻ പറയും. ചീഫ് ജസ്റ്റിസുമാരുടെ പേരുകൾ പറയും, അവരെ ക്രോണോളജിക്കലി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവരെയും പഠിച്ചു വെക്കുക എന്ന് പറയുന്നത്, പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അത് വളരെ നല്ലതാണ്. പക്ഷേ അങ്ങനെ പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. ആദ്യത്തെ 2 പേരെയും അവസാനത്തെ 2 പേരെയും നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ നെഹ്റു ആണ്, ഫസ്റ്റ് ലോക്സഭാ സ്പീക്കർ മാലവാങ്കറാണ്. ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ ലാസ്റ്റ് എക്സാമിൽ, ഫസ്റ്റ് ലോക്സഭാ സ്പീക്കർ ആയിരുന്നു. സോ ഈ 2 പേരെയും ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് ഉള്ള 2 പേരെ ഓർത്ത് വയ്ക്കുക, പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ഗവർണർ, ചീഫ് ജസ്റ്റിസ്, എവ്രിവൺ, CAG, എവ്രിവൺ. ദെൻ അടുത്തതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 പേരെയും ഓർത്ത് വയ്ക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പീക്കർ ആരാണ്, CAG ആരാണ്, പ്രസിഡന്റ് ആരാണ്, പ്രൈം മിനിസ്റ്റർ ആരാണ്, ഇത് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുക. ഒരു പരിധി വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചില സമയങ്ങളിൽ കുറച്ചും കൂടെ ട്രിക്കി ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്,
അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസിഡന്റുമാരിലും CAGമാരിലും പ്രൈം മിനിസ്റ്റർമാരിലും ഒക്കെ ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് ഡിസിഷൻസ് കൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇലക്ഷൻ കമ്മീഷണർമാരുടെ ലിസ്റ്റൊക്കെ തരുമ്പോഴത്തേക്കും അതിൽ ശേഷൻ എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണറെ കുറിച്ചിട്ട് ചിലപ്പോൾ തരും. അത് അദ്ദേഹം ലാൻഡ്മാർക്ക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡിസിഷൻസ് കൊണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ ഒരു ലിസ്റ്റിൽ തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓഫീസിലിരിക്കാൻ മരണപ്പെട്ട പ്രസിഡന്റുമാർ ആരൊക്കെയാണെന്നുള്ളതാണ്. സോ അതൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരാണ്. സോ പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് പഠിക്കുമ്പോൾ ഇത്തരത്തിൽ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള പ്രസിഡന്റുമാരുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പഠിച്ചു വെക്കുക. CGIമാരുടെ പഠിക്കുമ്പോൾ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കേസുകൾ പഠിക്കുക, ആ കേസുകൾ ജഡ്ജ് ചെയ്തിട്ടുള്ള ജഡ്ജിമാരുടെ പേരുകളും പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു പരിധി വരെ. ഓക്കെ, ദെൻ കോണ്ടെക്സ്റ്റുവൽ മാർക്കേഴ്സിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മേജർ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് പഠിക്കുക, ആ ഇവൻറ്റ്സിൽ ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർമാരുടെ പേരുകൾ പഠിക്കുക. ഇപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്തത് ആരാണ്? 75 എമർജൻസി ഡിക്ലെയർ ചെയ്തത് ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്, അല്ലേ? പിന്നെ അയോധ്യ കേസ്, അയോധ്യ ഡിസ്പ്യൂട്ട് നടക്കുന്നത് 1990-കളിലാണ്. 90-കളിൽ ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. പിന്നെ ഗുജറാത്ത് ഡോക്ട്രിൻ എപ്പോഴാണ്? പ്രൈം മിനിസ്റ്റർ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത് 2014-ലാണ്. 2014-ൽ ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. സോ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇവൻറ്റ്സിനെ പഠിക്കുക, അതുപോലെ കോണ്ടെക്സ്റ്റലൈസ് ചെയ്ത് പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ പേര് പഠിക്കാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എലിമിനേഷൻ ട്രിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എലിമിനേഷൻ ട്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളയാം. അതായത് ഇത് ഉത്തരമാവില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അത് എന്താ പറയുക, ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുള്ള ജഡ്ജസിന്റെ പേരും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ആക്ട്സും ട്രീറ്റീസും ഓർഗനൈസേഷൻസും ഇതിൻ്റെയൊക്കെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതാണ്. സോ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ട്രീറ്റീസും എന്താ പറയുക ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ പേരുകൾ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ, ഡിസാർമമെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ MPT, ബയോളജിക്കൽ ട്രീറ്റി, പിന്നെ കെമിക്കൽ വെപ്പൺസ് ട്രീറ്റി, CTBT, ഇതിൻ്റെയൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കുക. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ റീസെൻ്റ് ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റീസ് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഓർഗനൈസേഷൻസിൻ്റെ കാര്യങ്ങളായാലും ഫൗണ്ടേഷൻസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനെ പഠിച്ചു വെക്കുക. പിന്നെ വളരെ റീസെൻ്റ് ആയിട്ട് 2000-കളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻസിനെ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ നാഷണൽ ഇമ്പോർട്ടൻസിനനുസരിച്ച് ഗ്ലോബൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ ആദ്യം പഠിക്കുക, പിന്നെ റീജിയണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പഠിക്കുക. ഓക്കെ, പിന്നെ റീസെൻ്റ് ആയിട്ട് കണ്ടംപററി റെലവൻ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൂടെ നമ്മൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് SCOയുടെ ഒരു സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു 2025. സോ SCOനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങൾ ഡിസംബർ ലെവലിലുള്ള നെറ്റ് എക്സാമുകളിൽ ഉണ്ടായേക്കാം. ഓക്കെ, പിന്നെ കുറച്ച് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് എഗ്രിമെന്റ്സ് ഉണ്ട്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ് കവനന്റ്, പിന്നെ എന്താ പറയുക കൺവെൻഷൻ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ. സോ ഇതുപോലെയുള്ള കാര്യങ്ങളും പഠിച്ചു വയ്ക്കും. ഹിസ്റ്റോറിക്കലായിട്ട് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള എഗ്രിമെന്റ്സ്, ഓർഗനൈസേഷൻസ്, ട്രീറ്റുകൾ ഒക്കെ പഠിച്ചു വയ്ക്കുക. ഒപ്പം തന്നെ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ളതും പിന്നെ കണ്ടംപററി ആയിട്ട് റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് സെഷൻസ് നടന്നിട്ടുള്ള ഓർഗനൈസേഷൻസ്, പ്രധാനപ്പെട്ട ഡിസിഷൻസ്, ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ എൻവയോൺമെന്റൽ ട്രീറ്റീസിൻ്റെ കാര്യത്തിലും സെയിം ആയിട്ട് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, സോ ഓർഗനൈസേഷണൽ സീക്വൻസസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗ്ലോബൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനെ നമ്മൾ ആദ്യം പഠിക്കുക, പിന്നീട് നമ്മൾ റീജിയണൽ ലെവലിലേക്ക് വരിക. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കുറച്ച് ഒരു 3-4 ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ക്രോണോളജിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ ആദ്യത്തെ ഒരു ക്രോണോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസസ് ഓഫ് ദി ഫോളോയിങ്. For option number 1, Keshavananda Bharati versus State of Kerala case. Okay, then Minerva Mills Limited and others versus Union of India case. And Golaknath and others versus State of Punjab case. Maneka Gandhi and Union of India case. സോ ഇതിൻ്റെ കേസുകളുടെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കേസുകൾ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇത് ലാൻഡ്മാർക്ക് ആയിട്ടുള്ള 4 കേസുകളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കേസുകളാണ്. സോ ഇതിൻ്റെ ഇയറുകളുടെ അനുസാരത്തിൽ നമ്മൾ ഇതിനെ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് നോക്കാം. സോ ഇതിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഗോലക്നാഥ് കേസാണ്. ഗോലക്നാഥ് കേസ് 1967-ലാണ് നടക്കുന്നത്. പിന്നീട് കേശവാനന്ദ ഭാരതി കേസാണ്, ഓഫ് കോഴ്സ് 1973-ലാണ് നടക്കുന്നത്. പിന്നെ മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978-ലും മിനർവ മിൽസ് കേസ് നടക്കുന്ന 1980-കളിലുമാണ്. സോ ഇത് പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ആണ്. ഓക്കെ, സോ ഇതിന്റെ ഇയേഴ്സ് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും നെറ്റ് എക്സാമുകളിൽ പ്രതീക്ഷിക്കാം. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് CAB
CADB എന്നുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ നമ്പർ 2 ആയിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. CADB റൈറ്റ്, ഓപ്ഷൻ നമ്പർ 2 ആണ്. ഓക്കെ, അതിൻ്റെ ഇയേഴ്സ് ഓർത്ത് വയ്ക്കും. സോ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോർമേഷൻ ഓഫ് ഫോളോയിങ് സ്റ്റേറ്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. സ്റ്റേറ്റുകളുടെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റുകളുടെയും ഫോർമേഷൻ ഇയർ ഒന്നും പഠിച്ചു വെക്കാൻ പറ്റില്ല. സോ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഫോർമേഷൻ, ഫോർ എക്സാമ്പിൾ തെലങ്കാന വളരെ റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. സോ അത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആദ്യകാലങ്ങളിൽ നടന്നിട്ടുള്ള സ്റ്റേറ്റ് ഫോർമേഷൻ 56-ൽ, പിന്നെ 60s-ൽ 70s-ലൊക്കെ നടന്നിട്ടുള്ളത്. സോ അത്തരത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റലായിട്ട് സ്റ്റേറ്റുകളുടെ ഫോർമേഷനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ തെലങ്കാന ആയിരിക്കും ലാസ്റ്റ് നടന്നിട്ടുണ്ടാവുക എന്നുള്ള അസംഷനിൽ നമുക്ക് C ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളെ മുന്നിലുള്ളത് 3 ഓപ്ഷൻസ് ആണ്, A, B or D. ഓക്കെ, നമുക്കിനി നോക്കാം. സോ നമ്മൾ പിന്നെ നോക്കുമ്പോൾ ഗുജറാത്താണ്. 1960-ലാണ് ഗുജറാത്ത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. പിന്നീട് വരിക സിക്കിമാണ്. സിക്കിം 75-ലും, ഗോവ 1987-ലുമാണ്. സോ 3124 ആയിരിക്കും. 3124 ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ നമ്പർ 124. യെസ്, ഓപ്ഷൻ നമ്പർ 1 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സീരീസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ക്രോണോളജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാറുണ്ട്. സോ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാം, സ്മാർട്ട് വർക്ക് മെത്തേഡ്സിലൂടെ എങ്ങനെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ 2 എക്സാമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടുതൽ ക്രോണോളജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളങ്ങനെ കൃത്യമായിട്ടുള്ള മൊഡ്യൂളുകൾക്ക്, വെയിറ്റേജുള്ള മൊഡ്യൂളുകൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് ആ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതലായിട്ടും ക്രോണോളജിക്കലി തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് അത്തരം മെത്തേഡ്സിലാണ് ഇപ്പോൾ വരുന്നത്. ക്രോണോളജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഇപ്പം UGC നെറ്റ് എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത്. ഓക്കെ, സോ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.